മലൈക്കോട്ടൈ വാലിബൻ ഒരുപാട് പ്രതീക്ഷകളുമായി വന്ന് ഒരുപാട് മിക്സഡ് റിവ്യൂസ് കിട്ടിയ ഒരു നല്ല സിനിമയാണ് മലൈക്കോട്ടൈ വാലിബൻ. അതെ, നല്ല സിനിമ. കാരണം ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഇതിനോടകം വെച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള നല്ല കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ന് നമുക്ക് മലൈക്കോട്ടൈ വാലിബൻ എന്ന സിനിമ ഒന്ന് ആസ്വദിക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. തുടക്കം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സിനിമ കാണുമ്പോഴത്തേക്കും ആളുകൾ മലയാളവും തമിഴുമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇവരുടെ വേഷഭൂഷാദികളും അവിടെ നിൽക്കുന്ന ആളുകളെ ചിലരിലൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നിപ്പോകും, ഇതെന്താ രാജസ്ഥാനിലാണോ? ഏകദേശം ആ ഏരിയയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സിനിമയുടെ സംവിധായകനായിട്ടുള്ള LJP ഈ ഒരു സിനിമയെക്കുറിച്ച് നേരത്തെ തന്നെ പറയുന്നുണ്ട്, ഇതൊരു അമർചിത്ര കഥ പോലെ, ഒരു മുത്തശ്ശി കഥ പോലത്തെ ഒരു സിനിമയാണ്. അതായത് ഇമാജിനറി ആയിട്ടുള്ള സാങ്കല്പിക ലോകത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ പോസിബിലിറ്റീസും കൂടുന്നു. കാരണം മനുഷ്യൻ്റെ മനസ്സിനാണോ ലിമിറ്റുള്ളത്? അപ്പോൾ നമുക്ക് നമ്മുടെ ആസ്വാദനത്തിൻ്റെ ലിമിറ്റുകളെ പൂർണ്ണമായും തുറന്നിട്ടുകൊണ്ട് ഈ സിനിമയെക്കുറിച്ചൊന്ന് കേൾക്കാം. ഈ ഒരു ഇമാജിനറി വേൾഡിൽ മല്ലന്മാർക്ക് വളരെ പ്രാധാന്യമുണ്ട്. മല്ലന്മാരെന്ന് പറയുമ്പോൾ മിക്ക ആളുകളും പ്രൊഫഷണൽ റെസ്ലേഴ്സ് അല്ലെങ്കിൽ ഈ മലർത്തിയടിക്കുന്ന ആളുകൾ എന്ന് മാത്രമാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള മല്ലപുരാണത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. മല്ലയുദ്ധം 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തത് ഹനുമന്തി. ഹനുമന്തി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ടെക്നിക്കുകളാണ് ബേസിക്കലി പറയുന്നത്. അതായത് കായബലവും വേഗതയും മാത്രമല്ല, മറിച്ച് ഓരോ ഫൈറ്റിങ്ങിനുള്ള സ്റ്റൈലുകൾ, ഒരു ഫൈറ്റിംഗ് സ്റ്റൈലിലെ ടെക്നിക്കുകൾ, ആ ടെക്നിക്കുകളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ഹനുമന്തി. അടുത്തെന്ന് പറയുന്നത് ജാംബുവന്തി. ജാംബുവന്തി എന്ന് പറയുമ്പോഴത്തേക്കും ഹോൾഡും ലോക്കും ചെയ്തുകൊണ്ട് എതിരുകളെ സബ്മിറ്റ് ചെയ്യിപ്പിക്കുക. ഹോൾഡും ലോക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അയ്യപ്പനും കോശിയും സിനിമയിൽ അയ്യപ്പന്മാരുടെ ഒരു പൂട്ടുണ്ടല്ലോ, ആ പൂട്ട്, അതുപോലത്തെ പൂട്ടുകളൊക്കെയാണ് ഈ ഒരു ജാംബവന്തിയിൽ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ജരാസന്ധി. ജരാസന്ധി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലുകളെ ഒടിക്കുന്ന ടെക്നിക്കുകളാണ് പറയുന്നത്. അതായത് ജോയിൻറ്റുകളിലും നമ്മുടെ എല്ലുകളിലെ പർട്ടിക്കുലർ ഭാഗങ്ങളിലുമെല്ലാം ഒരു പർട്ടിക്കുലർ സ്റ്റൈലിൽ, ഒരു പർട്ടിക്കുലർ ഫോഴ്സിൽ ആക്രമണം നടത്തിയാൽ എല്ലുകൾ ഒടിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ജരാസന്ധിയിൽ പറയുന്നത്. അടുത്തത് വന്നിട്ട് ഭീമസേനിയാണ്. അത് സെൽഫ് എക്സ്പ്ലനറ്ററിയാണ്, പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഭീമസേനി കായബലം, ആരോഗ്യം, ആ ഒരു പവറിൻ്റെ ബേസ് ചെയ്തിട്ട് ഈ സിനിമ ഉടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ മലൈക്കോട്ടൈ വാലിബൻ എന്ന് പറയുന്ന ആ പോരാളി മല്ലയുദ്ധത്തിൻ്റെ ഈ 4 കാറ്റഗറിയിലും ഭയങ്കരമായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണ്. അടുത്തത് ഈ സിനിമയിലെ മല്ലന്മാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം. ഈ മല്ലന്മാരുടെ പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തേക്കും പഴയ കാലത്തെ ചരിത്രങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. അതായത് 2 രാജാക്കന്മാർ അവരുടെ തർക്കം സോൾവ് ചെയ്യുന്നത് മല്ലന്മാരെ വെച്ച് വരെ സോൾവ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ മല്ലനെ തമ്മിൽ പോരടിപ്പിച്ച് ആ മല്ലയുദ്ധത്തിൽ ജയിക്കുന്ന ആളുടെ ഭാഗത്ത് ന്യായം എന്നുള്ള രീതിക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേളുമല്ലൻ. ഈ മല്ലൻ ഒരു രാജ്യത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഏരിയയുടെ പ്രൊട്ടക്ടറും കൂടെയാണ്. അതെ, ഈ സിനിമയിൽ അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. ഓരോ മല്ലന്മാർക്കും ഓരോ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലം എന്ന് പറയുന്നത് ആ മല്ലൻ്റെ പ്രൊട്ടക്ഷനിലായിരിക്കും. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് മുന്നോട്ടിറങ്ങി കായബലം വെച്ച് സോൾവ് ചെയ്യുന്നത് ആ ഒരു മല്ലനായിരിക്കും. അപ്പോൾ രാജാവിൻ്റെ ആ ഒരു പവർ ഹൈറാർക്കിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യോദ്ധാവാണ് ഒരു മല്ലൻ എന്ന് വേണേൽ പറയാം. എന്നാൽ മലൈക്കോട്ടൈ വാലിബൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇയാൾ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്ന ആളല്ല. ഇയാൾക്ക് ഒരു സ്ഥലത്ത് ആധിപത്യം ഉറപ്പിച്ച് അവിടെ നിയന്ത്രണവുമായിട്ട് നിൽക്കുന്ന ആളൊന്നുമല്ല. മറിച്ച് എന്തോ ആവശ്യത്തിന് മലൈക്കോട്ടൈ വാലിബൻ്റെ ആശാനും തൻ്റെ അച്ഛന് തുല്യമായി കാണുന്ന അയ്യനാരാശാൻ വാലിബനെ കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പല സന്ദർഭങ്ങളിൽ വാലിബനെ പോർക്കാള എന്നുള്ള രീതിക്കും മലകൾ കീഴടക്കാനുള്ളവനെന്നെല്ലാം ഈ ഒരു അയ്യനാരാശാൻ പറയുന്നുണ്ട്. അയാളുടെ മനസ്സിൽ എന്തോ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധിക്കുവാനായിട്ട് വാലിബനെ ഒരു സ്ഥലത്ത് നിൽക്കാൻ സമ്മതിക്കാതെ, ഒരു കുടുംബജീവിതം ഉണ്ടാകാൻ സമ്മതിക്കാതെ, കുടുംബജീവിതം എന്ന് പറയുന്നത് നിനക്കൊരു ശാപമാണ് എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്, സർവോപരി അച്ഛനും അമ്മയും ഇല്ലാത്തൊരു അനാഥനാണ് നീ, പൂർണ്ണമായും നിന്നെ വളർത്തിയത് ഞാനാണ്, അപ്പോൾ കംപ്ലീറ്റ് കൂറും വാലിബന് ഈ ഒരു ആശാൻ്റെ ഇരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്തിനോ വേണ്ടി വാലിബനെ ഇങ്ങനെ സഞ്ചരിപ്പിച്ച് എല്ലാ സ്ഥലങ്ങളിലും യുദ്ധം ചെയ്യിപ്പിച്ച് അവിടെ വാലിബൻ്റെ ഒരു പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് വാലിബനും സംഘവും. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കേളുമല്ലൻ, അയാളെയാണ് ആദ്യം കാണിക്കുന്നത്, ഗത വെച്ചുകൊണ്ടിരിക്കുന്ന കേളുമല്ലൻ എന്ന് പറയുന്ന മല്ലനെ മലൈക്കോട്ടൈ വാലിബൻ ചാലഞ്ച് ചെയ്യുകയും മലൈക്കോട്ടൈ വാലിബൻ കേളുമല്ലനെ കീഴ്പ്പെടുത്തുമ്പോഴത്തേക്കും അവിടുത്തെ രാജാവ് പറയുന്നുണ്ട്, ഭരണാധികാരി പറയുന്നുണ്ട്, കേളുമല്ലൻ്റെ കീഴിലുണ്ടായിരുന്ന മണ്ണും പെണ്ണും പൊന്നും ഇനി മലൈക്കോട്ടൈ വാലിബൻ്റെ കീഴിലായിരിക്കും. അതുപോലെ തന്നെ മലൈക്കോട്ടൈ വാലിബനായിരിക്കും അവിടുത്തെ കൺട്രോൾ മുഴുവനും. അപ്പോൾ ഈ ഒരു നിയമം
ഈ ഒരു നിയമമാണ് ഈ ഒരു സിനിമയുടെ എന്താ പറയുക അച്ചുതണ്ടെന്ന് പറയുന്നത് തന്നെ. ഈ സിനിമയിലെ പല പിവട്ടലായിട്ടുള്ള ചേഞ്ചുകൾക്ക് കാരണമാകുന്നതും മല്ലന്മാർക്കിടയിലുണ്ടായിരുന്ന ഈ ഒരു നിയമം തന്നെയാണ്, ഈ ഒരു പന്തയം തന്നെയായിരുന്നു. ഇനി നമുക്ക് മലൈക്കോട്ടെ വാലിബൻ്റെ ഫസ്റ്റ് ഫൈറ്റിനെ കുറിച്ച് പറയാം. ഈ ഒരു ഫൈറ്റിൽ മലൈക്കോട്ടെ വാലിബൻ മല്ലയുദ്ധത്തിന് കീഴിൽ വരുന്ന 4 ടെക്നിക്കുകളിൽ മെജോറിറ്റി ടെക്നിക്കുകളും എന്താ പറയുക കാറ്റഗറികളും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ഫിസിക്കൽ സ്ട്രെങ്ത്. കേളുമല്ലൻ ഗത കൊണ്ടടിക്കുന്നതിനെ മലൈക്കോട്ടെ വാലിബൻ പ്രതിരോധിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇരുമ്പ് കാപ്പിൻ്റെ സഹായത്തോടുകൂടി ഇങ്ങനെ തടഞ്ഞാണ്. അതിൽ മലൈക്കോട്ടെ വാലിബൻ്റെ ആ ഒരു സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് തൻ്റെ ദേഹത്ത് ചുറ്റിയിരുന്നൊരു തുണിയുടെ സഹായത്തോടു കൂടി അത്രയും വലിയൊരു ഭീമാകാരനായിട്ടുള്ള ആ ഒരു മല്ലനെ മലർത്തിയടിക്കുന്നു മലൈക്കോട്ടെ വാലിബൻ. അവിടെ നിന്ന് ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറി ഉണ്ടല്ലോ ഹനുമന്തി, അതായത് ടെക്നിക്ക്, മലൈക്കോട്ടെ വാലിബൻ്റെ ഫൈറ്റിംഗ് ടെക്നിക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇതിൽ അനങ്ങാൻ പറ്റാതെ കേളുമല്ലനെ കെട്ടിപ്പൂട്ടി വെക്കുന്നതും കാണുന്നുണ്ട്. അവിടെ നമുക്ക് വേണേൽ എന്താ പറയുക ഈ ഒരു ജാമ്പവന്തി എന്ന് പറയുന്ന പൂട്ടിൻ്റെ, അതായത് ഹോൾഡിങ്ങിൻ്റെ ടെക്നിക്കും മലൈക്കോട്ടെ വാലിബൻ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമയിലുടനീളം പലവന്മാരുടെ എല്ലൊടിച്ചുകൊണ്ട് ജാമ്പവന്തി എന്ന് പറയുന്ന ടെക്നിക്കല്ല കാറ്റഗറി മലൈക്കോട്ടെ വാലിബൻ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മല്ലയുദ്ധത്തിൻ്റെ 4 കാറ്റഗറിയിലും ഒരുപോലെ പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള അപാര കായബലമുള്ള ഒരു അമാനുഷികനായിട്ടുള്ളൊരു വ്യക്തിയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് ആദ്യമേ എക്സിബിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ടേ മനസ്സിലായിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത പ്രാധാന്യം എന്ന് പറയുന്നത് രംഗപട്ടണം രംഗറാണി എന്ന് പറയുന്ന ആ ഒരു ഡാൻസർ, സിനിമയിലെ നടി, പുള്ളിക്കാരുടെ ഇൻട്രൊഡക്ഷനാണ്. കാരണം ഈ കഥയിലെ പിവട്ടലായിട്ടുള്ളൊരു കഥാപാത്രമാണ് പുള്ളിക്കാരി. ഇതിനെ ഫോളോ അപ്പ് ചെയ്താണ് സിനിമയിലെ എന്താ പറയുക കാണുമ്പോൾ ദേഷ്യം വരുന്ന ആ ഒരു പെർഫോമൻസ് ചെയ്ത ആ ഒരു വില്ലൻ്റെ ഇൻട്രൊഡക്ഷനും. അപ്പോൾ മലൈക്കോട്ടെ വാലിബൻ ഇവിടെ വന്നിട്ട് ഈ ഒരു ഡാൻസറെ പരിചയപ്പെടുന്നു. ഇവർ തമ്മിൽ ചെറിയൊരു സൗഹൃദം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ഡാൻസർ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സിനിമയിലെ വില്ലനായിട്ടുള്ള ചമതകൻ്റെ ഇൻട്രൊഡക്ഷൻ. തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇയാൾ വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളായിരിക്കണം, എന്തോ ഒരു അധികാരി, അല്ലെങ്കിൽ ഇന്നേ വരെ തനിക്ക് മുന്നിൽ ആരും നോ പറഞ്ഞിട്ടില്ലാത്ത ഒരാളായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇയാളെ നമ്മൾ ഇമോഷണലി ചാലഞ്ച് ചെയ്യുന്ന പല സിറ്റുവേഷനുകളിലും ജയിക്കണമെന്നുള്ള ത്വര കയറി ഭ്രാന്ത് പിടിച്ചതുപോലുള്ള ഒരാളെപ്പോലെ ഇയാൾ പെരുമാറുന്നുണ്ട്. അങ്ങനെ തൻ്റെ ആ ഒരു സമ്പത്തിൻ്റെയും കാരണം ആ ഒരു വേഷഭൂഷാദികൾ കണ്ടാൽ തന്നെ അറിയാം ആൾ നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്ന്. അപ്പോൾ തൻ്റെ ആ ഒരു സമ്പത്തിൻ്റെയും തൻ്റെ കൺട്രോളിൻ്റെയും എല്ലാം പവർ എക്സിബിറ്റ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ സ്റ്റേജിൽ കയറി രംഗപട്ടണം രംഗറാണി എന്ന് പറയുന്ന ഈ ഡാൻസറെ ശല്യം ചെയ്യുകയും ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ മലൈക്കോട്ടെ വാലിബൻ കയറി വന്നിട്ട് ഒരുമാതിരി ബാഗ് എടുത്ത് എറിയുന്നത് പോലെ പുള്ളിക്കാരൻ എടുത്ത് എറിയുന്നുണ്ട്. കാരണം അതാണ് വാലിബൻ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്, നേരത്തെ അത് നമുക്ക് മുന്നിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതുമാണ്. അപ്പോൾ ഈ സമയത്ത് ആ ഡാൻസറിന് മലൈക്കോട്ടെ വാലിബനോടൊരു വല്ലാത്ത താല്പര്യം തോന്നുന്നതും എല്ലാം ചമതകൻ കാണുന്നുണ്ട്. അങ്ങനെ അരിശവും ദേഷ്യവും വൈരാഗ്യവും എല്ലാം സഹിക്കാൻ വയ്യാതെ, സർവോപരി മലൈക്കോട്ടെ വാലിബൻ്റെ ചിരിയോടുള്ള ആ ഒരു വെറുപ്പിൻ്റെ പുറത്ത് എങ്ങനെയും മലൈക്കോട്ടെ വാലിബനെ കീഴ്പ്പെടുത്തണം, ഇവൻ്റെ പടയോട്ടം അവസാനിപ്പിക്കണമെന്ന ചിന്തയോടുകൂടി രാത്രി സഞ്ചരിച്ചു കൊണ്ടിരുന്ന മലൈക്കോട്ടെ വാലിബൻ്റെ കാളവണ്ടിക്ക് കുറുക്ക് നിന്നുകൊണ്ട് ഒരു പന്തയം ഉറപ്പിക്കുകയാണ്. ആ പന്തയമോ ഈ കഥയിലേക്ക് വെച്ച് ചതി മാത്രം പ്രയോഗിക്കുന്ന ഒരു കളരിയിൽ വെച്ചിട്ട്, മാങ്കോട്ട് കളരി. സത്യം പറഞ്ഞാൽ ഈ സിനിമയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സെക്ഷനാണ് മാങ്കോട്ട് കളരിയിൽ വെച്ചിട്ടുള്ള പരിപാടികൾ. കാരണം സിനിമയുടെ കഥയുടെ നറേഷനിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ മാങ്കോട്ട് കളരിയിലുള്ള യാത്രയായിരുന്നു. അങ്ങനെ മലൈക്കോട്ടെ വാലിബൻ മാങ്കോട്ട് കളരിയിൽ വന്നിറങ്ങുന്നു. എന്നാൽ തുടക്കം മുതലേ മാങ്ങോടൻ അല്ലെങ്കിൽ മാങ്ങോട്ട് മല്ലൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഇവൻ വളരെ അഹങ്കാരിയായിട്ടുള്ള ദേഷ്യം ഡ്രിവണായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കാരണം അവൻ്റെ അമ്മ അവനെ അത്രത്തോളം മോശമായിട്ടുള്ളൊരു യോദ്ധാവായിട്ടാണ് വളർത്തിയേക്കുന്നത്. കാരണം പോർക്കളത്തിലെ നിയമത്തെക്കുറിച്ചോ മര്യാദയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ആരെയും ഏത് വിധത്തിലും തോൽപ്പിക്കുക എന്നുള്ളൊരൊറ്റ ചിന്തയിലാണ് ആ ഒരു അമ്മ ഈ ഒരു മകനെ വളർത്തിയേക്കുന്നതെന്ന് തുടക്കത്തിൽ തന്നെ ഇവൻ്റെ പല ചേഷ്ടകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ മാങ്കോട്ട് മല്ലനും മലൈക്കോട്ടെ വാലിബനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. തുടക്കം മുതലേ മാങ്കോട്ട് മല്ലൻ ചതിയാണ് കാണിച്ചു തുടങ്ങിയത്. കാരണം അവൻ അത്രത്തോളം തൻ്റെ പവറിൽ അഹന്തയുള്ള ഒരുത്തനായിരുന്നു. അവനെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. എപ്പോഴും ദേഷ്യമായിരുന്നു മാങ്കോട്ട് മല്ലന്. ഇവിടെയാണ് നമ്മൾ മലൈക്കോട്ടെ വാലിബനെ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും കാം ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കും. തൻ്റെ കഴിവിൽ പൂർണ്ണ ആത്മവിശ്വാസമാണ് വാലിബനുള്ളത്. വാലിബൻ ഓരോ സമയത്തും ഈ ഒരു മാങ്കോട്ട് മല്ലൻ തന്നെ ആക്രമിക്കാൻ വരുമ്പോൾ പല രീതിക്കാണ് അവനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് ഫിസിക്കലായിട്ട്, മറ്റൊന്ന് അവൻ്റെ മൊറാൽ തകർത്തുകൊണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ ചില ഡയലോഗുകളിലൂടെയാണ്. ഇതിൽ ആളുകൾ ശ്രദ്ധിച്ച ഒരു ഡയലോഗാണ്, എന്താണ്, കൺ കണ്ടത് നെഞ്ചം കാണാത്തത് പോയി, അമ്മ കണ്ടതെല്ലാം പോയി ഇനി കാണാപ്പോകരുത് നെഞ്ചം. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത് നിങ്ങൾ കണ്ടതെല്ലാം ശരി, പക്ഷേ പൊന്നുറുമി വീരമ്മേ, നിങ്ങളൊരു കാര്യം ആലോചിക്കണം,
ഇതുവരെ നിങ്ങൾ കണ്ടതെല്ലാം പൊയ്യാണ്, ഇനി കാണാൻ പോകുന്നതാണ് നിജമെന്ന്. അതായത് ഇത്രയും കാലവും അവർ കെട്ടിപ്പടുത്ത് വെച്ചിരുന്ന യുദ്ധമല്ല മല്ലയുദ്ധം, മലൈക്കോട്ടെ വാലിബൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നതാണ് യുദ്ധമെന്ന് ഇൻഡയറക്റ്റ്ലി പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ഒരു യുദ്ധത്തെക്കുറിച്ചൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ മലൈക്കോട്ടെ വാലിബൻ തൻ്റെ ശക്തി മാത്രമല്ല ഉപയോഗിക്കുന്നത്. അതായത് ഭീമസേനി എന്ന് പറയുന്ന തൻ്റെ ശക്തി ആ ഒരു കാറ്റഗറി മാത്രമല്ല ഉപയോഗിക്കുന്നത്, ബാലൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ മലൈക്കോട്ടെ വാലിബൻ നിൽക്കുന്നൊരു നിപ്പുണ്ട്, അത് ഒരു കാലെടുത്ത് മറ്റേ കാലിൻ്റെ മുകളിൽ വെച്ച് ചിന്മുദ്ര പിടിച്ച് ഇങ്ങനൊരു നിപ്പുണ്ട്. ആ ഒരു നിപ്പിൽ എത്രത്തോളം കാം ആൻഡ് കമ്പോസ്ഡ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രതിയോഗി ദേശത്തിൻ്റെ പുറത്ത് കിടന്ന് അലറുമ്പോൾ മലൈക്കോട്ടെ വാലിബൻ ശാന്തനായി നിന്നുകൊണ്ട് അവനെ മനസ്സിലാക്കുകയാണ്. അവൻ്റെ ഫൈറ്റ് ഏത് വഴിയിലൂടെ വരുമെന്ന് ഇയാൾ നേരത്തെ ചിന്തിക്കുന്നു. അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു യോദ്ധാവാണ് മലൈക്കോട്ടെ വാലിബൻ എന്നാണ്. കാരണം ഒരു യോദ്ധാവിന് വേണ്ടത് വീര്യം അത് മാത്രമല്ല, ഏതൊരു സിറ്റുവേഷനിലും കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നിന്ന് പോരടിക്കാനും സാധിക്കണം. അത് മലൈക്കോട്ടെ വാലിബന് സാധിക്കും എന്ന് ഈ ഒരു മാങ്കോട്ട് കളരിയിൽ വെച്ചുള്ള യുദ്ധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഒരു പൊന്നുറുമി വീരമ്മയുടെ മകനും മാങ്കോട്ട് കളരിയുടെ ആശാനുമായിട്ടുള്ള മാങ്കോട്ട് മല്ലൻ, ഇയാൾ തൻ്റെ ശക്തിയും അതുപോലെ തന്നെ പൂട്ടുരീതികളും ആയുധം വെച്ചുള്ള പ്രയോഗവും അജിലിറ്റിയും ഒക്കെയാണ് എക്സിബിറ്റ് ചെയ്യുന്നതെങ്കിലും മലൈക്കോട്ടെ വാലിബൻ അവിടെ എക്സിബിറ്റ് ചെയ്യുന്നത് അസാമാന്യമായിട്ടുള്ള ബാലൻസാണ്. ആ കുന്തത്തിൽ ചവിട്ടിയുള്ളൊരു നിപ്പുണ്ടല്ലോ, അത് സൂചിപ്പിക്കുന്നത് അതാണ്, അയാളുടെ ബാലൻസ്. ഇതിൽ പല സന്ദർഭങ്ങളിലും മലൈക്കോട്ടെ വാലിബന് തൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ കഴിയുന്ന രീതിക്കുള്ള ചില മൂവ്സുകൾ കാണുന്നുണ്ട്. അതായത് ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, ഒറ്റക്കൈയിൽ നിൽക്കുക, അതുപോലെ കുന്തത്തിൽ ചവിട്ടി മാറിപ്പോവുക, ഈ കുന്തത്തിൽ കിടന്ന് കറങ്ങുക, ഇതിനൊക്കെയുള്ള എക്സ്പ്ലനേഷൻ ലാസ്റ്റിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും മലൈക്കോട്ടെ വാലിബൻ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാങ്കോട്ട് മല്ലനെ മലർത്തി അടിച്ചതിന് ശേഷം ഈ കളരിയും പിഴുതു കളഞ്ഞിട്ടാണ് മലൈക്കോട്ടെ വാലിബൻ അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സ്ഥലത്തെ മല്ലനെ കീഴ്പ്പെടുത്തിയാൽ ആ സ്ഥലം മുഴുവനായിട്ടും സ്വന്തമാകുന്നത് ഈ ഒരു വാലിബനായിരിക്കും. പക്ഷേ വാലിബനെ അവിടെ നിൽക്കാൻ ആശാൻ സമ്മതിക്കത്തില്ല. വാലിബനെ ഒരു പ്രണയത്തിലാകാനോ കുടുംബജീവിതത്തിലേക്ക് പോകാനോ ഒന്നും ആശാൻ സമ്മതിക്കത്തില്ല. കാരണം ആശാൻ ഒരു ലക്ഷ്യമുണ്ട്. ഈ സമയത്ത് ഇവിടെ വെച്ചാണ് ചിന്നപ്പയ്യൻ എന്ന് പറയുന്ന ഈ ഒരു പയ്യനുണ്ടല്ലോ, നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ്റെ അനിയൻ്റെ സ്ഥാനത്തുള്ള പയ്യൻ, നമുക്കവനെ അനിയനെന്ന് തന്നെ പറയാം. ഈ ഒരു അനിയന് അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാവുകയും ആ പെൺകുട്ടിയെ കൂടെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നതും, അങ്ങനെ ജമന്തി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി കൂടെ ഇവരുടെ കൂടെ കൂടുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സംഭവത്തിനോട് പൂർണ്ണമായും എതിർപ്പാണ് ആശാൻ കാണിക്കുന്നത്, അയ്യനാരാശാൻ കാണിക്കുന്നത്. കാരണം അവളൂടെ വന്നാൽ നമ്മുടെ ലഗേജൊക്കെ കൂടും, നമുക്കൊരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും മലൈക്കോട്ടെ വാലിബൻ അപ്പോഴും തൻ്റെ അനിയൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ പല സന്ദർഭങ്ങളിൽ ഇതിലെ പല ആളുകളും അത് ശ്രദ്ധിക്കാതെ പോകുന്നുമുണ്ട്. എന്നാൽ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പന്തയത്തിൽ തോറ്റത് ചമതകനാണ്. കാരണം പന്തയം ഉറപ്പിച്ചത് ചമതകനായിരുന്നേ. ചമതകൻ്റെ പകുതി മുടി വടിച്ച് അവിടെ നിന്ന് നാട് കടത്തി വിടുന്നുണ്ട്. ശക്തിയുടെയും ദേഷ്യത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും എല്ലാം പുറത്ത്, അതായത് ഒരു വൈരാഗ്യ മനോഭാവമുള്ളൊരു വ്യക്തിയായിരുന്നത് കൊണ്ട് തന്നെ ചമതകൻ ഓൾറെഡി അബ്നോർമലായിരുന്നു. ഇതുകൂടെ ആയപ്പോഴത്തേക്കും ഇയാളുടെ മനസ്സിൽ ഒരു റൂത്ത്ലെസ് മനോഭാവമാണ് വന്നത്. ഏത് രീതിക്കും മലൈക്കോട്ടെ വാലിബനെ കീഴ്പ്പെടുത്തുക. കാരണം ആ സമയം തൊട്ട് ഇയാളൊരു വല്ലാത്ത ചിരി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. മുന്നിൽ വരുന്ന ആളുകൾ ഇയാൾക്ക് ആവശ്യമില്ലാത്ത ആളുകളാണെങ്കിൽ ഇയാൾ കൊന്നു തള്ളിക്കൊണ്ടിരുന്നു. മാങ്കോട്ട് മല്ലനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കൊലപാതകം കയ്യിൽ കഠാര വെച്ചിട്ട് അങ്ങനെ കൊന്നു തള്ളി പൊക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോക സിനിമകളിൽ അതുപോലെ തന്നെ കഥകളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള 2 വില്ലന്മാരുടെ ഷെയ്ഡ് നമുക്ക് ഈ ഒരു ചമതകൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിമനോഹരമായിട്ട് LJP അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ജോക്കറിനെയും ടൂ ഫേസിനെയും കുറിച്ചാണ്. ടൂ ഫേസിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം കരിഞ്ഞാണ് ഇരിക്കുന്നത്, മറ്റൊരു ഭാഗം നോർമലായിട്ടും. ഏകദേശം അതുപോലെ തന്നെ ചമതകൻ തൻ്റെ മുഖത്തിൻ്റെ ഓരോ ക്വാർട്ടർ ഭാഗങ്ങൾ വെച്ച് പകുതി വടിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇയാൾ അതിനുശേഷം എപ്പോഴും ഈ ബ്ലേഡ് കൊണ്ട് ആ ഭാഗം ഇങ്ങനെ വടിച്ചു കളയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം എപ്പോഴും അയാൾക്ക് അങ്ങനെ ഇരിക്കണം. അയാൾ അവിടെ ഒരു പുതിയ ഐഡൻറ്റിറ്റി അസ്യൂം ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ ഹാർവി ഡെൻ്റ് എന്ന് പറയുന്ന ടൂ ഫേസ് കയ്യിലൊരു കോയിനും ഒരു തോക്കും കൊണ്ട് നടക്കുന്നത് പോലെ എപ്പോഴും ചമതകൻ കയ്യിലൊരു കഠാരയുമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഇയാൾക്ക് കൊല്ലാൻ തോന്നി അയാൾ കൊല്ലും, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു മനോനില തെറ്റിയ ഒരാളെ പോലെയാണ് ചമതകൻ അതിനുശേഷം ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാം എങ്ങനെ ജോക്കർ അവിടെ വരുന്നുവെന്ന്. എന്നാൽ ഈ മനോനില തെറ്റിയ അട്ടഹാസം, കാരണം ജോക്കറിൻ്റെ ആ ഒരു അട്ടഹാസം അതുപോലെ തന്നെ ചമതകൻ കാണിക്കുന്നുണ്ട്. സന്തോഷം വരുന്ന സമയത്ത്, പരാജയം വരുന്ന സമയത്ത്, ചാവാൻ പോണ സമയത്ത് പോലും ചമതകൻ അട്ടഹസിച്ചുകൊണ്ടാണ് തീരുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു അട്ടഹാസം മാത്രമല്ല ഞാൻ പറയുന്നത്,
ചെമതകൻ ഇതിൽ കൊന്ന ആളുകളെ എന്തിനു കൊന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, ഇയാൾക്ക് കൊല്ലാൻ തോന്നി അയാൾ കൊന്നു. ഇയാൾക്കതൊരു ഹരമായിരുന്നു. ആ ഹരത്തിൻ്റെ പുറത്ത് ഇയാൾ കൊന്നുകൊണ്ടിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ജോക്കർ പല ക്യാരക്ടേഴ്സിനെയും മെൻ്റലി ബ്രേക്ക് ഡൗൺ ചെയ്ത് ചാലഞ്ച് ചെയ്യുന്നത് പോലെ, ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം കളിക്കുന്നത് പോലെ ഈ ഒരു ചെമതകനും അവിടെ ഈ മലൈക്കോട്ടെ വാലിബനെയും അയ്യനാരെയും ഒക്കെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയും അവിടെയുള്ള ആളുകളെ കൊന്നുതള്ളാൻ ശ്രമിക്കുകയും പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ കൊന്നുതള്ളാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മലൈക്കോട്ടയിൽ വെച്ചിട്ട്. കാരണം മലൈക്കോട്ടയിൽ വെച്ചിട്ട് ആ ഒരു യുദ്ധം, ആ ഒരു വലിയ കലാപം പൊട്ടി പുറപ്പെടുന്ന സമയത്ത് ചെമതകനുണ്ടല്ലോ, ഇയാൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കൊല്ലുന്നുണ്ട്, വാലിബൻ്റെ സൈഡിൽ ഉണ്ടായിരുന്ന ആളുകളെ കൊല്ലുന്നുണ്ട്, അവിടെ നിന്നിരുന്നുള്ള പട്ടാളക്കാരെയും കൊല്ലുന്നുണ്ട്. കാരണം ഇതിനൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്ന സിനിമയിൽ തന്നെയുണ്ട്. ജോക്കറിനെ കുറിച്ച് പറയുന്നൊരു ഡയലോഗ്, സം മെൻ ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ എനിത്തിങ് ലോജിക്കൽ, ദേ ജസ്റ്റ് വോണ്ട് ടു സീ ദ വേൾഡ് ബേൺ. അതായത് ചില ആളുകൾ ലോജിക്കലായിട്ടുള്ള ഒരു കാരണങ്ങളെയും തപ്പി നടന്നല്ലോ ഓരോന്നും ചെയ്യുന്നത്. അവർക്ക് ഈ ലോകം അവരുടെ മുന്നിൽ കത്തി എരിയുന്നത് കാണണം, അത് കണ്ട് ആസ്വദിക്കണം. ഒരു സൈക്കോപാത്ത്. അതിമനോഹരമായിട്ട് ചമതകനെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ ഒരുപക്ഷെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ ബിൽഡിങ് നടന്നിരിക്കുന്നത് ചമതകൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനായിരിക്കും. വില്ലനെ ഏറ്റവും മനോഹരമായിട്ടാണ് സിനിമയിൽ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നത്. ഇനി ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും ചമതകൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഡെപ്ത് എന്താണെന്ന്. ഇനി നമുക്ക് മലൈക്കോട്ടെ വാലിബൻ്റെ യാത്രയിലേക്ക് വരാം. കാരണം ഈ ഒരു യാത്രയിലൂടെയാണല്ലോ സിനിമ പോകുന്നത്. പടയോട്ടം തുടങ്ങിയത് മലൈക്കോട്ടയിൽ നിന്നാണെന്ന് പറയുന്ന പല സീനുകളുമുണ്ട്. മലൈക്കോട്ടയിലുണ്ടായിരുന്ന ഒരു മല്ലനെ മലത്തിയടിച്ച് അവിടെയുള്ള ആളുകൾക്ക് തുണയും സഹായവുമായി മാറി അവിടെയുള്ള ആളുകൾക്ക് ഇൻഡിപെൻഡൻസ് കൊടുത്ത് അവരുടെ സ്വന്തം വാലിബനായാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന പേര് അയാൾ ചൂടുന്നത്. എന്നാൽ അവിടെ സെറ്റിൽ ചെയ്യാൻ അയ്യനാരാശൻ സമ്മതിച്ചിട്ടില്ല. നമുക്കതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മലൈക്കോട്ടെ വാലിബൻ ഇവിടെ വരുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, അവിടെ ഉണ്ടായിരുന്ന സായിപ്പ് അയാളുടെ ബർത്ത്ഡേക്ക് അയാളുടെ മുന്നിൽ യുദ്ധത്തിൽ ജയിക്കുന്ന ആൾക്ക് ഒരു വലിയ ഈ ചോദിക്കുന്നത് എന്തും കൊടുക്കും ആ ബർത്ത്ഡേയുടെ അന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മലൈക്കോട്ടെ വാലിബൻ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് താൻ തുടങ്ങിയ സ്ഥലത്തുള്ള ജനങ്ങളെ അവിടുത്തെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടാണ് മെയിനായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു വരുന്ന വഴിയിൽ വെച്ചിട്ടാണ് രംഗപട്ടണം രംഗറാണി എന്ന് പറയുന്ന ഡാൻസറെ വീണ്ടും കാണുന്നത്. അങ്ങനെ വാലിബൻ അവിടെ വരുന്നു, മലൈക്കോട്ടയിൽ ചെല്ലുന്നു, സായിപ്പിനെ ചാലഞ്ച് ചെയ്യുകയാണ്. എന്താണ്? നിന്നെ ഞാൻ തോൽപ്പിച്ചാൽ ഇവിടെയുള്ള ജനങ്ങളെ നിൻ്റെ ക്രൂരതയിൽ നിന്ന് മുക്തനാക്കണം, അതുപോലെ തന്നെ അടിമക്കച്ചവടം അവസാനിപ്പിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതിൽ നീ തോക്കുകയാണെങ്കിൽ വാലിബ നിന്നെ അടിമയായിട്ട് എക്സിബിറ്റ് ചെയ്ത് വിൽക്കും, അതുപോലെ തന്നെ നിൻ്റെ കൂടെയുള്ള ലേഡീസിനെയും ഇവിടെ ചന്തയിൽ നിർത്തും എന്നെല്ലാം അയാൾ പറയുന്നു. അങ്ങനെ വാലിബനൊരു പർപ്പസ് ആ സമയത്ത് കിട്ടുന്നു. അന്നേ ദിവസം രാത്രി പോരടിക്കാനായിട്ട്, ഈ ഒരു സായിപ്പുമായിട്ട് പോരടിക്കാനായിട്ട് വാലിബൻ കച്ചമുറുക്കുകയാണ്. കച്ചമുറുക്കി പുറത്തിറങ്ങിയ സമയത്ത്, പുറത്തിറങ്ങുന്ന സമയത്ത് ആശാൻ വാലിബനോട് പറയുന്നുണ്ട്, ചമതകൻ എന്ന് പറയുന്ന ആളെ ഞാൻ കണ്ടു. അയാൾ കാരണം ഈ ആശാനെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു ഡയലോഗ് ചമതകൻ പറഞ്ഞായിരുന്നു. അതായത് തേള് വാലിൽ വിഷമൊളിപ്പിച്ച് വെച്ചേക്കുന്നത് പോലെ ആശാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു രഹസ്യം എനിക്കറിയാമെന്ന്. അത് കേട്ടതിന് ശേഷമാണ് ആശാൻ്റെ നെഞ്ചൊന്ന് പെടഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, നീ ചാവുന്നതിന് മുമ്പ് കാണാൻ പോണത് എൻ്റെ മുഖമാണെന്ന്. അപ്പം എത്രത്തോളം ആശാന് ഭയങ്കര രഹസ്യമായി സൂക്ഷിക്കുന്ന എന്തോ ഉണ്ട് അവിടെ. ഓക്കെ, അങ്ങനെ ആശാൻ വാലിബനോട് പറയുന്നു, ചമതകനെ ഞാനിവിടെ കണ്ടു, അവൻ ചതിപ്രയോഗം നടത്തും, അവനെ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വാലിബൻ തൻ്റെ കോൺഫിഡൻസിൻ്റെ പുറത്ത് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് എങ്ങനെയോ ചമതകൻ ഒരു വിഷം വാലിബൻ്റെ ദേഹത്ത് കുത്തിവെക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധം തുടങ്ങുന്ന സമയത്ത് നമുക്കവിടെ ചെല്ലുമ്പോഴാണ് കാണാൻ കഴിയുന്ന സായിപ്പ് മാത്രമല്ല മദാമയും കൂടെയൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് ഫൈറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൂടെ വാലിബൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നേരത്തെ ചമതകൻ കുത്തിവെച്ച വിഷം വാലിബൻ്റെ ദേഹത്ത് ഏശുന്നത്. എന്നാൽ കണ്ണ് കാണാൻ പറ്റാണ്ടായി പോയെങ്കിൽ പോലും വാലിബൻ ആ സമയത്ത് തൻ്റെ ചെവിയും തൻ്റെ മനസ്സിൻ്റെ കാൽക്കുലേഷനും മനസ്സിൻ്റെ ആ ഒരു നിയന്ത്രണവും വെച്ചിട്ട് ആ രണ്ടുപേരെയും തോൽപ്പിച്ച് തറവറ്റിക്കുന്നുണ്ട്. ഈ സമയത്ത് വാലിബന് നേരെ കയറുകളിട്ടിങ്ങനെ കെട്ടിമുറുക്കുന്നൊരു സീനുണ്ട്. അതെന്ന് വെച്ചാൽ ഈ സിനിമയിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഷോട്ടുകളിൽ ഒരെണ്ണമാണ്. ഒരുപാട് മനോഹരമായിട്ടുള്ള ഫ്രെയിമുകളുണ്ട്, അതിലേറ്റവും മനോഹരമായിട്ടുള്ള ഫ്രെയിമാണ്. കാരണം LJPയുടെ മിക്ക സിനിമകളിലും ഈ ഒരു വട്ടം കാണും. ഈ പുള്ളിക്കാരന് വട്ടത്തിനോട് എന്തൊരു പ്രത്യേക താല്പര്യമാണ് കേട്ടോ. കാരണം ഒട്ടുമിക്ക എല്ലാ LJP ഫിലിംസിലും ഒരു വട്ടം റെഫറൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ മലൈക്കോട്ടെ വാലിബനെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചേക്കുന്ന ആ ഒരു സീനും ഒരു വട്ടത്തിലാണ് കാണിക്കുന്നത്. അടുത്ത ദിവസം അവിടെ വാലിബനെ അടിമച്ചന്തയിലിട്ട് വിൽക്കുന്നു. അതിനെ ഫോളോ അപ്പ് ചെയ്ത് അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു. വാലിബൻ തൻ്റെ ആരോഗ്യം റീഗെയിൻ ചെയ്തിട്ട് ആ ചങ്ങല വലിച്ച് പൊട്ടിക്കുന്ന സീൻ അതൊക്കെ സൂപ്പർ കേട്ടോ. അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ കൊണ്ടൊരു സിനിമയിൽ എന്തെല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു അംശം മാത്രമാണ്. നല്ലൊരു കഥ വെച്ചിട്ട് നല്ലൊരു
എന്താ പറയുക, സ്ക്രിപ്റ്റ് തയ്യാറാക്കി ലാലേട്ടനെ കൊണ്ടൊരു സിനിമ ചെയ്യിപ്പിച്ചാൽ, ഒരു ആക്ഷൻ സിനിമ ചെയ്യിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓറ അതെന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ലാലേട്ടൻ അവിടെ, ക്ഷമിക്കണം, മലൈക്കോട്ടെ വാലിബൻ അവിടെ ആ ഒരു കെട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു. എല്ലാവരെയും തൻ്റെ കൂടെ കൂട്ടുന്നു. അയ്യനാരാശാനാണെങ്കിൽ അതിനോടകം വെച്ച് അവിടെ കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന, അവിടെ താമസിച്ചിരുന്ന ആളുകളെ, അടിമകളാക്കി വെച്ചിരുന്ന ആളുകളെല്ലാം മോചിപ്പിക്കുന്നു. ഇവരെല്ലാവരും കൂടെ ഒരു റിവോൾട്ട് നടത്തുകയാണ്, അതായത് ഒരു കലാപം നടത്തുന്നു. ഈ ഒരു വിദേശികളിൽ നിന്ന് സ്വന്തം സ്വാതന്ത്ര്യം നേടാനായിട്ടൊരു കലാപം ചെയ്യുന്നു. ഈ കലാപത്തിനിടയിലൊരു ഗംഭീര സീനുണ്ട്, അതായത് ഒരു ഗ്രില്ലെടുത്ത് ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊണ്ടുപോകുന്നൊരു സീനെ. ഇത് സത്യം പറഞ്ഞാൽ കമൽഹാസൻ സാറിൻ്റെ വിരുമാണ്ടി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, കമൽഹാസൻ സാറ് സംവിധാനം ചെയ്ത വിരുമാണ്ടി എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയിലുള്ള സീനാണ്. ആ സിനിമയിൽ ഇതുപോലൊരു സീനുണ്ട്. അത് ഏറ്റവും മനോഹരമായിട്ട് റീക്രിയേറ്റ് ചെയ്തത് ഇതാണ്. കാരണം ഒരുപക്ഷെ ലോക സിനിമയിൽ ആദ്യമായിട്ടൊരു ഐഡിയ തലേ തോന്നിയത് കമൽഹാസൻ സാറിനായിരിക്കണം. ആ ഒരു സീൻ അതുപോലെയാണ് ഇതിൽ റീക്രിയേറ്റ് ചെയ്തേക്കുന്നത്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇവിടെ വെച്ച് വീണ്ടും വാലിബൻ്റെ ശക്തി എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബുദ്ധിയും കായബലവും തന്ത്രവുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മലൈക്കോട്ടെ വാലിബൻ ഇവിടെ വന്ന ലക്ഷ്യം പൂർത്തിയാക്കിയാണ്. എന്താണ്? മലൈക്കോട്ടയിലുള്ള ജനങ്ങളെ ഈ ഒരു വിദേശിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അറ്റ് ദ ഫസ്റ്റ് ടൈം ഒരു ക്വസ്റ്റ്യൻ, എന്തിനിങ്ങനെ രക്ഷപ്പെടുത്താൻ വന്നു? ഇയാൾക്ക് വേറെ എവിടെയെങ്കിലും പോയി യുദ്ധം ചെയ്തുകൂടെയായിരുന്നോ? അല്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഓരോ സ്ഥലം കീഴ്പ്പെടുത്തിയാൽ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രൊട്ടക്ടർ വന്നിട്ട് ആ മല്ലനായിരിക്കും. മലൈക്കോട്ടയിൽ ആദ്യമേ ഉണ്ടായിരുന്ന മല്ലനെ മലർത്തിയടിച്ചിട്ട് അവിടെ നിന്ന് യാത്രയായി വാലിബൻ. പക്ഷേ ആ സ്ഥലത്തിൻ്റെ ഒരു അൺനോൺ പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് മലൈക്കോട്ടെ വാലിബനായിരുന്നു. അപ്പോൾ അയാളുടെ സംരക്ഷണത്തിലുള്ളൊരു സ്ഥലത്ത് ഇത്രയും ക്രൂരതകൾ നടക്കുന്നത് കൊണ്ട് അവിടെ വന്ന് രക്ഷപ്പെടുത്താനായിട്ടാണ് മെയിനായിട്ട് വാലിബൻ വന്നത്. പിന്നെ അത് മാത്രമല്ല, അയ്യനാരാശാന് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. മലൈക്കോട്ടെ വാലിബൻ്റെ കീർത്തി വാനോളം ഉയർത്തുക. എന്തിനാണ് വാനോളം ഉയർത്തേണ്ടത്? മറ്റൊരാളെ മലൈക്കോട്ടെ വാലിബൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ബോധിപ്പിക്കാൻ. ചെറിയ രീതിക്കൊന്നും ബോധിപ്പിച്ചാൽ പോരാ, ഒരു ഒന്നാന്തരം യോദ്ധാവുണ്ട്, അവനെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. പടയോട്ടം നടത്തി എല്ലാ മല്ലന്മാരെയും വീഴ്ത്തി, മൃഗങ്ങളെപ്പോലും വീഴ്ത്തി, എല്ലായിടത്തെ അധികാരികളെപ്പോലും കിടുകിടാ ഉറപ്പിക്കുന്ന ഒരു മാമല്ലനുണ്ട് മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള ആ ഒരു കാര്യം ആരെയോ അറിയിക്കണമെന്നുള്ള ലക്ഷ്യം അയ്യനാരാശാനുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അയ്യനാരാശാൻ ഇവിടെ കൊണ്ടുവന്നത്. എന്നാൽ ഇതിന് ശേഷം അവിടെയുള്ള ജനങ്ങളുടെ കൂടെ അവരുടെ സ്വന്തം വാലിബനായിട്ട് മലൈക്കോട്ടെ വാലിബൻ മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രൊട്ടക്ടറായിട്ട് അവരുടെ കൂടെ കൂടി സന്തോഷിക്കുന്നു. അങ്ങനെ ഇവർ നേരെ ഇവിടെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ, ഇപ്പോൾ വാലിബൻ്റെ കീഴിലാണല്ലോ അവിടെയുള്ള ആളുകൾ, പക്ഷെ വാലിബൻ അത് അങ്ങനെയല്ല, അവരുടെ പ്രൊട്ടക്ടറായിട്ട് അവരുടെ കൂടെ കൂടുന്നതിനോട് അയ്യനാരാശാന് താല്പര്യമില്ല. ആദ്യം മുതലേ അത് ആശാൻ പ്രകടിപ്പിച്ചായിരുന്നു. അങ്ങനെ ഇവർ അവിടെ കുതിരമുത്തപ്പൻ എന്നും പറഞ്ഞുള്ളൊരു ദൈവത്തിൻ്റെ, അത് കഥയിലുള്ള ദൈവമാണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ വയ്യ. അപ്പോൾ ആ ഒരു കഥയിലുള്ള ആ ഒരു ദൈവത്തിൻ്റെ ഉത്സവം, ആ ഒരു ഉത്സവത്തിലേക്ക് പോകുന്നു. ഈ ഉത്സവത്തിലേക്ക് പോകുന്നതിനിടയിലാണ് രംഗപട്ടണം രംഗറാണി തൻ്റെ ഇഷ്ടത്തെ മലൈക്കോട്ടെ വാലിബനോട് പറഞ്ഞത്. വാലിബന് രംഗറാണിയെ ഇഷ്ടമായിരുന്നുവെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഇത് രംഗപട്ടണം രംഗറാണിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കി. ഈ വിഷമം രംഗറാണി തൻ്റെ തോഴിയായിരുന്ന, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തേനമ്മയോട് പറയുന്നു. തേനമ്മ അത് കേട്ടിട്ട് പറയുന്നു, നിന്നെപ്പോലൊരു സുന്ദരിയെ മലൈക്കോട്ടെ വാലിബന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നാണ്. മലൈക്കോട്ടെ വാലിബന് തൻ്റെ അനുജൻ്റെ പെണ്ണുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ ഈ ഒരു രംഗപട്ടണം രംഗറാണിയുടെ മനസ്സിൽ കുത്തിവെക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട്, എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ്റെ സഹോദരൻ്റെ കാമുകിയായിട്ടുള്ള ജമന്തി വന്നിട്ട് മലൈക്കോട്ടെ വാലിബനോട് പറയുന്നത് അവൾ ഗർഭിണിയാണ്. മലൈക്കോട്ടെ വാലിബന് ഒരുപാട് സന്തോഷം. കാരണം എന്താണ്? തൻ്റെ അനുജനെ പോലെ കാണുന്ന പയ്യൻ, ആ പയ്യനൊരു അച്ഛനാവാൻ പോയല്ലേ, അതിൻ്റെ സന്തോഷമുണ്ട്. മലൈക്കോട്ടെ വാലിബൻ പറയുന്നു, തൻ്റെ ജനനം മുതൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുണ്ടലം അതൂരി ഈ പയ്യന് കൊടുക്കും. ഈ ഒരു ജനിക്കുന്ന കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിൽ അവൻ ഇട്ട് കൊടുക്കും. അവനെ അടവുകളൊക്കെ പഠിപ്പിക്കും. അവനെ തനിക്ക് മുകളിലുള്ള ഒരാളെ പോലെ ആകും. കാരണം വാലിബന് കുടുംബമില്ല. കുടുംബം വേണമെന്നുള്ള ആഗ്രഹം പല സ്ഥലങ്ങളിലും വാലിബൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇത് വാലിബനൊരു സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷം വാലിബൻ ഭയങ്കരമായിട്ട് കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൊച്ചെന്നാണ് വാലിബൻ വിളിച്ചു തുടങ്ങിയത്. ഇത് കേട്ടോടാണ് രംഗറാണി വരുന്നത്. രംഗറാണി അപ്പോൾ ഉറപ്പിക്കുകയാണ് താൻ വിചാരിച്ചത് ശരിയാണ്. നേരത്തെ തേനമ്മ പറഞ്ഞതുപോലെ വാലിബനും ഈ ഒരു ജമന്തിയും തമ്മിൽ ബന്ധമുണ്ട്, അതിലുണ്ടായ കുഞ്ഞാണിതെന്ന്. ഇത് നേരെ തേനമ്മയും രംഗറാണിയും കൂടെ ചെന്നിട്ട് ഈ വാലിബൻ്റെ സഹോദരനായിട്ടുള്ള ആ പയ്യൻ്റെ അടുത്ത് നിന്ന് പറയണം. പയ്യൻ ഇത് കേട്ട ഉടനെ ആദ്യം ഒന്ന് ചിന്തിച്ചെങ്കിലും രംഗറാണി പറഞ്ഞു എന്ന് തേനമ്മ പറഞ്ഞതിനെ തുടർന്നിട്ട് കത്തിയും എടുത്ത് കൊല്ലാനായിട്ട് അങ്ങോട്ട് പോവുക, മേലും കീഴും നോക്കാതെ. അവിടെ ഒരു അന്വേഷണമെങ്കിലും, തൻ്റെ ചേട്ടനെ ഒരുപാട് ഇഷ്ടമുള്ള ആളായിരുന്നു ഈ ഒരു പയ്യൻ. ആ സമയത്ത് വെള്ളവും കൂടെ അടിച്ചുകൊണ്ടിരുന്നുകൊണ്ടായിരിക്കണം പുള്ളിക്കാരൻ ആ ഒരു മത്തിൻ്റെ പുറത്ത് നേരെ പോയി. പക്ഷേ ഇതൊന്നും രംഗറാണിക്ക് വേണ്ടായിരുന്നു. അങ്ങനെ അവളെ കൊല്ലണമെന്നുള്ള ആഗ്രഹം ഒന്നും രംഗറാണിക്ക് ഇല്ലായിരുന്നു.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവൻ പോണതെന്ന് മനസ്സിലായ ഉടനെ രംഗറാണി പിറക്കിയെന്നോടിയ സമയത്ത് രംഗറാണിയുടെ കൂടെ ഉണ്ടായിരുന്ന തേനമ്മ പുള്ളിക്കാരി എണീച്ചിട്ട് കയ്യിൽ പിച്ചാത്തി എടുത്തിട്ട് റാണിയുടെ ദാസിയാണ്, റാണിയുടെ സന്തോഷമാണ് ദാസിയുടെ ലക്ഷ്യം എന്നും പറഞ്ഞിട്ട് ആരെയാ കൊല്ലാനായിട്ട് ആ വഴി കൂടെയും പോയി. റാണി എന്തോ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോയിക്കൊണ്ട് നിൽക്കുന്നു. ഈ സമയത്തിൽ അവിടെ നേരത്തെ ചത്തുപോയെന്ന് വിചാരിച്ച ആ പ്രാന്തൻ, ഈ സമയത്തിൽ നേരത്തെ ചത്തുപോയെന്ന് വിചാരിച്ച ചമതകൻ കഠാരയും കൊണ്ട് അവിടെ എത്തുന്നു. ഈ ഒരു ഉത്സവത്തിൻ്റെ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് ചമതകൻ ഈ ഒരു ജമന്തിയെ കൊന്നുകളയുകയും ചെയ്യുന്നു. ഇത് കണ്ട വാലിബൻ പേടിച്ച് തൻ്റെ അനിയത്തിയെ പോലെ കണ്ടിരുന്ന ജമന്തിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മനസ്സ് തകർന്ന രീതിക്ക്, താൻ കാരണമാണല്ലോ ഇതെല്ലാം ഉണ്ടായതെന്നുള്ള രീതിക്ക് അവിടെ വന്ന് രംഗറാണിയും ഇരിക്കുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു മാസ്ക് വെച്ച് ഒരാൾ ചിരിച്ചുകൊണ്ട് കഠാരയും പിടിച്ചുകൊണ്ട് പോകുന്നത് വാലിബൻ കണ്ടു. വാലിബന് മനസ്സിലായി അവനാണ് ഈ ഒരു പെൺകുട്ടിയെ കൊന്നതെന്ന്. അങ്ങനെ തൻ്റെ കയ്യിലിരുന്ന ജമന്തിയുടെ മൃതദേഹത്തെ നേരെ രംഗറാണിയുടെ മടിയിലിട്ടിട്ട് വാലിബൻ അവന് നേരെ പോവുകയാണ്. എന്നാൽ അവൻ ആ സമയത്ത് അവിടെ നിന്ന് ഒളിച്ചോടി ആ ഗ്യാപ്പിൽ തൻ്റെ അനുജൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന ആ പയ്യൻ വാലിബനെ ആക്രമിക്കാൻ വന്നു. എന്നാൽ രണ്ടുപേരും മാസ്ക് ഇട്ടിരുന്നത് കൊണ്ട് തന്നെ, രണ്ടുപേരും ഒരേ സമയത്ത് ആക്രമണം നടത്തിയത് കൊണ്ട് തന്നെ ഒറ്റ മലർത്തിയടിയിൽ വാലിബൻ പ്രതിയോഗിയെ കൊല്ലുകയാണ്. എന്നാൽ അപ്പോഴത്തെ ആ ഒരു ഫിറ്റ് ഓഫ് റേജിൽ ചെയ്ത് എന്താണെന്ന് വാലിബൻ തിരിച്ചറിയുകയാണ്. താൻ കൊന്നിട്ടേക്കുന്നത് തൻ്റെ ജീവന തുല്യം താൻ സ്നേഹിച്ച തൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ആ പയ്യനായിരുന്നുവെന്ന്, തൻ്റെ ആശാൻ്റെ മകനായിരുന്നുവെന്ന്. ഇത് കണ്ട അയ്യനാരാശാന് ദേഷ്യം കൊണ്ട് സഹിക്കാൻ വയ്യാതെ വാലിബനെ ഡിസർവ് ചെയ്തു. ഒരു പെണ്ണ് കാരണമാണ് നീ എൻ്റെ മകനെ കൊന്നത്, ഒരു പെണ്ണ് കാരണമാണ് നീ വഞ്ചിച്ചതെന്നെല്ലാം വാലിബനെ കുറ്റപ്പെടുത്തുമോ? വാലിബൻ കയ്യും കാലും പിടിച്ച് പറയുന്നു, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഇതല്ല അവളെൻ്റെ അനിയത്തിയെപ്പോലെയാണ്. ആ സമയങ്ങളിൽ നിസ്സഹായമായിട്ട് താൻ കാരണമാണല്ലോ ഇതെല്ലാം ഉണ്ടായത് എന്നുള്ള രീതിക്ക് മനസ്സ് തകർന്ന് രംഗറാണിയും എന്തിനോ വേണ്ടി തിളച്ചൊരു സാമ്പാറിനെ പോലെ തേനമ്മ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ശേഷം നമുക്ക് കാണാൻ കഴിയുന്നൊരു സീനെന്ന് പറയുന്നത് അയ്യനാരാശാൻ വാലിബനിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നതാണ്. നിനക്കൊരു പുതിയൊരു പന്തയവുമായിട്ട് ഞാൻ വരുമെന്നും പറഞ്ഞു പോവുകയാണ്. ഇവിടെയാണ് ആ ഒരു ഇൻക്രെഡിബിൾ ഫ്ലാഷ് ബാക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചമതകൻ വീണ്ടും അയ്യനാരാശാനെ കൂടെ കൂട്ടും. അയ്യനാരാശാനോട് പറയും, നിങ്ങളുടെ മനസ്സിലൊരു വിഷമില്ലേ എന്ന് ആദ്യമേ ചോദിച്ചില്ലായിരുന്നോ? ആ വിഷം എന്താണെന്ന് അയ്യനാരാശാൻ പറയും. പണ്ട് അയ്യനാരാശാനും മലൈക്കോട്ടൈ വാലിബനെ പോലൊരു യോദ്ധാവായിരുന്നു. പക്ഷേ ഇങ്ങനെ യാത്ര ചെയ്ത് കീഴ്പ്പെടുത്തിയ ഒരു യോദ്ധാവില്ലായിരുന്നു. ഒരു താഴ്വാരത്തിലുണ്ടായിരുന്ന ഗ്രാമത്തിൻ്റെ സംരക്ഷകനായി നിന്നിരുന്നൊരു യോദ്ധാവ്. അവിടെയുള്ള എല്ലാവർക്കും അയ്യനാരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അയ്യനാർക്കും അവരെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അയ്യനാരൊരു കുടുംബമായിട്ടൊക്കെ അവിടെ താമസിക്കുന്നു. ഈ സമയത്താണ് അവിടെ മലയിറങ്ങി ലക്ഷണമൊത്ത അമാനുഷികനായിട്ടുള്ളൊരു യോദ്ധാവ് വരുന്നത്. ആ യോദ്ധാവിനെക്കുറിച്ച് പലവരും പലത് പറയുന്നുണ്ട്. അതായത് ഇയാൾ ഒരുപാട് ശക്തിയുള്ള ആളാണ്, ഒരുപാട് വിദ്യകൾ അറിയാവുന്ന ആളാണ്, ഇയാൾക്ക് മല പോലെ വലുതാവാനും എലി പോലെ ചെറുതാവാനും പറ്റുമെന്ന്. ഇത് സത്യം പറഞ്ഞാൽ അഷ്ടസിദ്ധികളിലെ 2 സിദ്ധികളാണ്. അഷ്ടസിദ്ധികളുണ്ടല്ലോ, അനിമ, മഹിമ, ലഘുമ, ഗരിമ, പ്രാപ്തി, പ്രാഗമ്യ, ഇഷത്വ, വാസ്തവ എന്നിങ്ങനെ 8 സിദ്ധികളിൽ 2 അനിമയും മഹിമയുമാണ് പറയുന്നത്. അനിമ എന്ന് പറയുന്നത് ചെറുതാവാൻ കഴിയുന്നത്, മഹിമ എന്ന് പറയുന്നത് വലുതാവാൻ കഴിയുന്നത്. അപ്പോൾ അഷ്ടസിദ്ധികളിലെല്ലാം അല്പം പ്രാവീണ്യമൊക്കെയുള്ള വളരെ അമാനുഷികനായിട്ടുള്ളൊരു വ്യക്തിയാണ് വന്നേക്കുന്നതെന്ന് ആളുകൾ പറഞ്ഞു. എന്നാൽ അയ്യനാരാശാനും അവിടെ യുദ്ധത്തിൻ്റെ ഇടയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഇയാളൊരു സാധാരണ മനുഷ്യനല്ല. അങ്ങനെ ഇതിനിടയിൽ അന്നത്തെ നിയമം വെച്ചിട്ട് അയ്യനാരാശാൻ്റെ സ്വന്തമായിട്ടുള്ള നിലവും ഭൂമിയും തൻ്റെ ഭാര്യയും എല്ലാം ഇയാൾക്ക് സ്വന്തമായി. അങ്ങനെ അയ്യനാരാശാൻ അവിടെ അവർക്കൊരു വേലക്കാരനെ പോലെയായി. ഇതിൻ്റെ പക ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു, വിഷമം ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വൈരാഗ്യം ഇയാളുടെ മനസ്സിൽ പണ്ട് മുതലേ ഇങ്ങനെ ജ്വലിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അയ്യനാരാശാൻ്റെ ഭാര്യ ഈ ഒരു വ്യക്തിയുടെ ഗർഭം ധരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം ആ കുഞ്ഞിന് ഈ ഒരു മനുഷ്യൻ തൻ്റെ അമാനുഷികമായിട്ടുള്ള കുണ്ടലം ഈ കുഞ്ഞിന് കൊടുക്കണം എന്നും പറഞ്ഞ് അവിടെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ഇയാൾ അവിടെ നിന്ന് പോയി. തൻ്റെ 2 ചെവിയിലുണ്ടായിരുന്നൊരു കുണ്ടലം അവിടെ ഊരി കൊടുത്തിട്ട് പോയി. ആരെപ്പോലെ? കർണനെപ്പോലൊരു കുണ്ടലം ജന്മനാ കൊടുത്തിട്ടാണ് പോയത് ഇയാൾ. അപ്പോൾ ഈ ഒരു ലേഡി, അയ്യനാരാശാൻ്റെ വൈഫ്, ഈ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നു. ആൺകുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ അയ്യനാരാശാന് മനസ്സിലായി, നല്ല ലക്ഷണമൊത്തുള്ളൊരു പയ്യനാണ് ഇവൻ, നല്ല അമാനുഷിക ശക്തിയുള്ളവനാണെന്ന് മനസ്സിലാക്കി പൊക്കിൾക്കൊടി അറുക്കാൻ ഉപയോഗിച്ച കത്തി കൊണ്ട് തന്നെ തൻ്റെ വൈഫിനെയും അയ്യനാരാശാൻ കൊന്നുകളഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അയ്യനാരാശാൻ്റെ വൈരാഗ്യം എന്താണെന്ന്. ഇവൻ്റെ ചെവിയിലേക്ക് ഈ ഒരു കുണ്ടലം ഇട്ടുകൊടുത്തു. നീ ഒരു അനാഥനാണ്, ഞാനാണ് നിൻ്റെ എല്ലാം എന്നിങ്ങനെ അയ്യനാരാശാൻ പറഞ്ഞാണ് വാലിബനെ വളർത്തിയത്. അയ്യനാരാശാൻ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാം ഈ ഒരു പയ്യനെ കൊണ്ട് പഠിപ്പിച്ചു. അവനെ ലോകം മുഴുവനും സഞ്ചരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ്? ഇയാളുടെ ലക്ഷ്യം നിറവേറ്റാനായിട്ട്. 2 അമാനുഷികർ തമ്മിൽ യുദ്ധം ചെയ്യിപ്പിക്കാനായിട്ട്. ഇയാളെ തോൽപ്പിച്ച് ഇയാളുടെ മണ്ണും
പെണ്ണിനെയും സ്വന്തമാക്കിയ ആ അമാനുഷികനായിട്ടുള്ള വ്യക്തിയെ വീഴ്ത്താനായിട്ടുള്ളൊരു ആയുധമാക്കിയാണ് സത്യം പറഞ്ഞാൽ അയ്യനാരാശാൻ ഇത്രയും കാലവും മലൈക്കോട്ടെ വാലിബനെ കൊണ്ട് നടന്നത്. മലൈക്കോട്ടെ വാലിബനും ആ ഒരു അമാനുഷികനായിട്ടുള്ള വ്യക്തിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചാവുന്നത് മലൈക്കോട്ടെ വാലിബനാണെങ്കിലും ഈ ഒരു അമാനുഷികനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ജയം വന്നിട്ട് അയ്യനാരാശാനായിരിക്കും. കാരണം അച്ഛനെയും മകനെയും തമ്മിലടുപ്പിച്ച് ഇയാൾ ആസ്വദിക്കണം എന്നുള്ള ആ വൈരാഗ്യ ബുദ്ധിയാണ് അയ്യനാരാശാനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. തുടക്കം മുതലേ തന്നെ അയ്യനാരാശാൻ ചെയ്തിട്ടുള്ള വാലിബനോട് പറഞ്ഞിട്ടുള്ള ഓരോ കാരണങ്ങളുടെയും അർത്ഥം നമുക്കപ്പോൾ ഈ ഒരു പോയിന്റിൽ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. അങ്ങനെ വാലിബനെ ചെന്ന് ചാലഞ്ച് ചെയ്യുന്നു. എൻ്റെ അവസാനത്തെ യുദ്ധമാണ് വാലിബ. അങ്ങനെ വാലിബൻ അയ്യനാരാശാൻ്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് പറയുന്നു, പണ്ട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. യുദ്ധത്തിൽ രണ്ടുപേരിൽ ഒരാൾ വീഴും, പക്ഷേ വീഴുന്നത് ഞാനായിരിക്കത്തില്ല. അയ്യനാരാശാൻ അതും ഹാപ്പിയാണ്. കാരണം രണ്ടുപേരിൽ ഒരാൾ ചാവണമെന്നേ അയാൾക്കുള്ളൂ. അങ്ങനെ സിനിമയുടെ എൻഡിങ്ങിൽ രണ്ടുപേരും ഫേസ് ടു ഫേസ് വരുന്നതാണ് കാണിക്കുന്നത്. അത് സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ ഇതൊക്കെയാണ് വരുന്നതെന്നുള്ള സൂചനയായിട്ടാണ് കാണിക്കുന്നത്. ആ സമയത്ത് വന്നിട്ട് മലൈക്കോട്ടെ വാലിബൻ തൻ്റെ പിതാവായ ആ ഒരു മാമല്ലനെ ഫേസ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും അമാനുഷികനായിട്ടുള്ള മല്ലൻ മലൈക്കോട്ടെ വാലിബൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, കണ്ടത് നിജം കാണാത്തത് പോയി, അത് മാറ്റിപ്പായി. വാലിബൻ പറയുന്നത് കണ്ടത് നിജം കാണാത്തത് പോയി എന്നാണെങ്കിൽ ഈ അമാനുഷികനായിട്ടുള്ള യോദ്ധാവ് പറഞ്ഞതെന്ന് പറയുമ്പോൾ കണ്ടത് പോയി കാണാത്തത് നിജമെന്നാണ്. അതായത് വാലിബൻ ഇത്രയും കാലവും കണ്ടുകൊണ്ടിരുന്നതായിരുന്നു കള്ളത്തരം. വാലിബൻ്റെ ലക്ഷ്യങ്ങൾ കള്ളത്തരമായിരുന്നു. വാലിബനോട് അയ്യനാരാശാൻ പറഞ്ഞതെല്ലാം കള്ളത്തരമായിരുന്നു. വാലിബൻ ഇനി അറിയാൻ പോകുന്നതാണ് നിജം. അതായത് ഇയാളാണ് അച്ഛൻ, വാലിബൻ അമാനുഷികരായിട്ടുള്ള വ്യക്തിയാണ്. അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ആ ഡയലോഗ് ചേഞ്ച് അവിടെ വരുന്നത്. ഇതുവരെ നീ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോകരുത് നിജം. അതായത് ഇത്രയും കാലവും നീയാണ് ഏറ്റവും വലിയ യോദ്ധാവെന്നുള്ള നിൻ്റെ വിചാരം തെറ്റ്, നിനക്ക് മേൽ ഞാനുണ്ട്. അങ്ങനത്തെ അർത്ഥങ്ങൾ വരുന്ന രീതിക്ക് ആ ഡയലോഗിൻ്റെ ഒരു ചേഞ്ച് അവിടെ വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് കണ്ടുവെക്കുക. സംഭവം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നോർമൽ LJP ഫിലിംസ് പോലെ കോംപ്ലക്സ് ലെയറുകളും മൾട്ടിപ്പിൾ നറേറ്റീവും ഒക്കെ ഉള്ളൊരു സിനിമ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആക്ഷൻ ഫിലിമായിട്ട് ചെയ്യേണ്ട ഒരു പശ്ചാത്തലമാണ്. ഒരു പക്ഷേ അത് പ്രതീക്ഷിച്ച ആളുകൾ പോയോണ്ടായിരിക്കണം ചിലവരെങ്കിലും ഡിസപ്പോയിൻറ്റഡ് ആയി പോയത്. പക്ഷേ വിഷ്വലി അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ കഥ മോശമായ കഥയൊന്നും അല്ലായിരുന്നു. പിന്നെ കഥയുടെ കാര്യം പറയുമ്പോഴത്തേക്കും മോശമെന്ന് പറയുന്ന ഒരു കഥാപശ്ചാത്തലം അല്ലായിരുന്നു ഇതിനുണ്ടായിരുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപശ്ചാത്തലം തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് മലൈക്കോട്ടെ വാലിബൻ്റെ കഥ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കാണുന്നത് വരെ